ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഒരു മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു. എന്താ അവസ്ഥ? അതിൻ്റെ ഇതെന്താണ്? ഒരാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് ഉറപ്പിച്ചു പറയാനേ പറ്റില്ല. അതാണല്ലോ ചില രാഷ്ട്രീയക്കാരൊക്കെ ഗാന്ധിജി സ്വർഗത്തിലാണ്, മദർ തെരേസ സ്വർഗത്തിലാണെന്നൊക്കെ പറഞ്ഞുതരും. ഒരാൾ സ്വർഗത്തിലാണ് നരകത്തിലാണെന്ന് പറയാൻ നബിതങ്ങൾ പറഞ്ഞതോ ഖുർആനിലുള്ളതേ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് അബൂലഹബ് നരകത്തിലാണ്, കാരണം സൂറത്തുൽ മസദിൽ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ തങ്ങൾ, ഇങ്ങനെ 10 പേരെ എണ്ണിയിട്ട് റസൂൽ തങ്ങൾ അവർ സ്വർഗത്തിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ സ്വർഗത്തിലാന്ന് നമുക്ക് പറയാൻ പറ്റും. അതല്ലാതെ ഒരാൾ മരിച്ചു, അയാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ ഇത് നമുക്ക് പറയാൻ പറ്റില്ല, വ്യക്തിപരമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ പൊതുവെ നമ്മൾ പറയുന്ന സംഗതിയാണ്, ഹദീസിലൊക്കെ ഉള്ളതാണ്, ആത്മഹത്യ ചെയ്തയാൾ എന്തായിരിക്കും? നരകത്തിൽ അത് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ എന്നും അനുഭവിക്കുന്നല്ല, അദ്ദേഹത്തിന്റെ ഈ ഒരു തെറ്റിന് പണിഷ്മെന്റ് കഴിയോളം അയാൾ അത് അനുഭവിക്കും. മുഅ്മിനായി മരിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും നരകത്തിൽ നിത്യമായി വസിക്കൂല. മുഅ്മിനായി മരിക്കുന്ന ഒരു മനുഷ്യൻ എത്ര പാപിയാണെങ്കിലും എന്നും നരകത്തിലാവുക എന്നുള്ള പരിപാടിയില്ല. നേരെ മറിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രത്യേക സമയത്ത്, നബിതങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന സമയത്തൊക്കെ അവർ അതിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോ പൊതുവെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നത് നല്ലൊരു ലക്ഷണമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിൽ പറയുന്നത്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ മരിച്ചാൽ നരകത്തിൽ പോകുമോ? അതില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിലാണ് എന്ന് റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകതയിൽ ഊന്നി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല ലാസ്റ്റ് ഒരാളുടെ വാക്കെങ്കിൽ അയാൾ നരകത്തിലാണോ? അല്ല. ഹബീബായ നബിതങ്ങൾ ആ അവസാനം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, ഇല റഫീഖിൽ അഅ്ല എന്നാണ്. പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്, എന്തിനാണ് റസൂലുള്ളാഹി തങ്ങൾ അർ-റഫീഖുൽ അഅ്ല എന്നും പറഞ്ഞു മരിച്ചത്? മൻഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല സ്വർഗത്തിലാണെന്ന് പറഞ്ഞ റസൂല് തന്നെ എന്തിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാതെ അർ-റഫീഖുൽ അഅ്ല, ഉന്നതനായ കൂട്ടുകാരന്റെ അടുത്തേക്ക് എന്നും പറഞ്ഞു മരിച്ചത്? പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. കുറെ മുഅ്മിനീങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പറ്റിക്കൊള്ളണം എന്നില്ല, അവരൊക്കെ നരകത്തിലാന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കൽ ഒരു നല്ല ശുഭാപ്തിയാണ് എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച ആളുകളോ മരിക്കാത്ത ആളുകൾ നരകത്തിലാണ് എന്നോ, ഒരാൾ റസൂല് പറഞ്ഞതിന്റെ വിരുദ്ധമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ ചൊല്ലിയിട്ട് മൂപ്പര് ആത്മഹത്യ ചെയ്താൽ അയാൾക്കൊരു ശിക്ഷ ഉണ്ടാവൂല എന്നോ അല്ല അതിന്റെ അർത്ഥം. ബിസ്മില്ല കള്ളുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ബിസ്മില്ലല്ലോ നല്ല സംഗതിയാണ്, പക്ഷെ കള്ളുടിക്കുമ്പോ ബിസ്മില്ല. വ്യഭിചരിച്ചുകൊണ്ടിരിക്കുമ്പോ എടീ പെണ്ണെ തലേ തട്ടട് അവറത്ത് കാട്ടാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതൊക്കെ ഓരോ നല്ല കാര്യങ്ങളാണ്, പക്ഷെ വ്യഭിചാരത്തിന്റെ തെറ്റ്, കള്ളുടിച്ചതിന്റെ ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആത്മഹത്യ ചെയ്താൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ന വ്യക്തി എന്നുള്ള ചോദ്യത്തിന് അർത്ഥമല്ല, പൊതുവെ അവര് നേരെയാട് സ്വർഗത്ത് പോകും എന്നല്ല അതിന്റെ അർത്ഥം. അവർക്ക് അതിനുള്ള ശിക്ഷകൾ കിട്ടും, അതിന്റെ ശേഷം അവർ സ്വർഗത്ത് പോകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാതെ മരിച്ചു വരുത്തിയിട്ട് ഫുള്ള് നരകത്തിലാന്ന് അങ്ങനെയും വിചാരമല്ല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാതെ മരിച്ചു, അയാൾ സ്വർഗത്തിലാവാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാതെ മരിച്ച ആൾ നരകത്തിലും ആവാം. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ്.